ഈ നിലമ്പൂർ വനമേഖലയിലടക്കം ഈ സുജിപ്പാറ ഭാഗങ്ങളിലടക്കം കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി, അതായത് അവരുടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായുള്ള സംശയമുണ്ടായിരുന്നു. കാരണം ചാലിയാറിൽ നിന്ന് മാത്രം 189 മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒഴുകിപ്പോയിരിക്കുന്നത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇനിയും അവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ ഇന്നലെ അടക്കം വളരെ സജീവമായി നടന്നിരുന്നു. സ്നിഫർ ഡോഗിന്റെയൊക്കെ സഹായത്തോടുകൂടെ ഇന്നും അത്തരം പരിശോധനകൾ തുടരുമെന്നുള്ള വിവരങ്ങൾ തന്നെ ലഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ മേഖലയിൽ നേരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ആവശ്യപ്പെട്ട അത്ര ആളുകളെ കൊടുത്തിട്ടുണ്ട്. കാരണം വൈകുന്നേരം 5 മണിക്ക് ഈ രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ മീറ്റിംഗിൽ ആവശ്യമുള്ള ആളുകളെ ഈ മേഖലകളിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും അവിടെ ഊർജിതമായൊരു രക്ഷാദൗത്യം തുടരുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അദ്ദേഹം നൽകിയത്. അത് എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽഡിൽ നിന്ന് തന്നെ തത്സമയം അറിയേണ്ടതുണ്ട്. ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജംഷീർ, നമുക്കറിയാം ഇന്നലെയൊക്കെ ഈ ഭാഗത്ത് വലിയ തിരച്ചിൽ നടക്കുമ്പോഴും അതിസാഹസികമായുള്ള തിരച്ചിലാണ് ഈ ഭാഗത്ത് നടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്, വലിയ ഒഴുക്കുള്ള പുഴയാണ്. പ്രത്യേകിച്ച് ഉൾവനങ്ങളിലേക്ക് പോയി തിരച്ചിൽ നടത്തുക എന്നുള്ളത്, ഇനിയിപ്പോൾ അവിടെ നിന്ന് മൃതശരീരങ്ങൾ കണ്ടെത്തിയാൽ അത് പുറത്തെത്തിക്കുക എന്നുള്ളതൊക്കെ വലിയ ശ്രമകരമായ അപകടകരമായ രീതിയിലുള്ള ഒരു ദൗത്യം തന്നെയാണ്. എന്തായാലും ഇന്നും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ദൗത്യം തുടരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ നിമിഷവും നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നു? വനമന്ത്രി പറഞ്ഞതുപോലെ കൂടുതൽ പരിചയസമ്പന്നരടങ്ങിയ ഒരു ടീം അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ജിൽസി, അത്തരത്തിൽ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള തിരച്ചിൽ, ഏകീകൃതമായിട്ടുള്ള തിരച്ചിലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതായത് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങൾ 2 ഘട്ടങ്ങൾ, അതായത് ചാലിയാറിന്റെ മുണ്ടേരി ഭാഗത്തുള്ള ഈ ഫോറസ്റ്റ് തുടങ്ങുന്ന അവിടെ നിന്ന് ഈ ചാലിയാറിന്റെ താഴെ ഭാഗത്തേക്ക് പൂർണ്ണമായും തിരയും. ഫോറസ്റ്റിന് മുകളിലേക്ക് അവിടെയും പരിചയസമ്പന്നരായ ആളുകളെ ഉപയോഗിച്ച് തിരയും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ട്, ഓരോ പ്രത്യേക പോയിന്റുകൾ തിരിച്ചിട്ടുണ്ട്. അത് ആ ഏരിയ ഒരു ഉദ്യോഗസ്ഥന് നൽകിയ അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, അതായത് ആ ഏരിയ പൂർണ്ണമായും മരിച്ചു പെറുക്കി തിരയുകയാണ്. ചാലിയാറിന്റെ ഇരു കരകളിലുമായിട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും, അതായത് ഒരു മൃതദേഹവും ബാക്കിയില്ല എന്ന തരത്തിലുള്ള ഒരു മാസ് തിരച്ചിലാണ് ഇന്ന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. മുകളിലേക്ക് അവിടെ വനത്തിനുള്ളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ നടക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് മൃതദേഹങ്ങൾ കണ്ടെത്തി പുറത്തെത്തിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ട് വനത്തിനുള്ളിലൂടെ പോയി വയനാടിന്റെ അതിർത്തി പ്രദേശമായ സൂചിപ്പാറ ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളിൽ അവിടെ കൂടുതൽ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ കൂടുതലായി മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹെലികോപ്റ്ററിൽ സേനാംഗങ്ങൾ അവിടെ താഴെ ഇറക്കി ആ പരിസരങ്ങളിൽ ഒക്കെ പരിശോധിക്കും. മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നത് പരിശോധിക്കാനുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അത്തരത്തിലുള്ള പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ഫോഴ്സിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് സന്നദ്ധ പ്രവർത്തകരുടെ തിരച്ചിൽ എന്നുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മളത് കണ്ടതാണ്. അവർക്ക് ഈ പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അവരൊക്കെ കുത്തൊഴുക്കുള്ള പുഴയിലൂടെ കടന്ന് അപ്പുറം പോയി മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ ഇന്നലൊക്കെ പറഞ്ഞത് ഈ തുരുത്തുകളിലൊക്കെ ഇപ്പോൾ നിലവിലുള്ള മൃതദേഹങ്ങൾ അവിടെ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുണ്ട്, പല മൃതദേഹങ്ങൾ. അപ്പോൾ ഇവരൊക്കെ ഈ സ്മെല്ല്, മണം അറിഞ്ഞ് അവിടെ ഈ മണ്ണ് മാറ്റി നോക്കുമ്പോഴാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത്. അപ്പം മണ്ണിനകത്ത് മൃതദേഹങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകർ, അതായത് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള രക്ഷാപ്രവർത്തകർ ഇന്ന് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഈ വലിയ തരത്തിൽ കൂടുതൽ ആളുകളെ, കൂടുതൽ വോളണ്ടിയർമാർ, അതായത് പരിചയസമ്പന്നരായി ഈ പ്രളയത്തിലും മറ്റു ദുരന്തങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള രക്ഷാപ്രവർത്തകരെ എത്തിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള, അതായത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ, അവരുടെ മത്സ്യബന്ധന ബോട്ട് ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഡീപ്പ് ഫോറസ്റ്റിലും ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ ഇന്ന് വ്യാപകമായ തിരച്ചിൽ നടത്തും. ഇന്നിപ്പോൾ തന്നെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി മൃതദേഹങ്ങൾ ഇന്ന് ഉള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ പരമാവധി കണ്ടെത്തുക. ഇനി മൃതദേഹങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ മന്ത്രി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, PR സുനിൽ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്
ക്ഷമിക്കണം, പ്രസാദ് മന്ത്രി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ മൃതദേഹങ്ങൾ, അതായത് ഇവിടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഈ ഭാഗങ്ങളിലുള്ള തിരച്ചിൽ തുടരും എന്ന കാര്യം അദ്ദേഹം പ്രത്യേകമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ തുരുത്തുകളിലാണ് കൂടുതലായും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തുരുത്തുകളിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച നായകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. ആ മണം പിടിച്ച് അവിടെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നായകളെ കൊണ്ട് അത്തരത്തിൽ എന്ത് സംവിധാനങ്ങളാണോ വേണ്ടത് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം ഒരു തിരച്ചിലാണ് ഇന്ന് മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി മൃതദേഹങ്ങൾ കണ്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെയും ലക്ഷ്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇന്നത്തെ ഈ ചാലിയാറിന്റെ തീരങ്ങളിലും ഈ വനമേഖലകളിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ജിൽസി.